മത്തായി 11, 16, 17 വചനങ്ങൾ. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, സമ്പത്ത് വർദ്ധിച്ചു, സമ്പന്നത വളരെയധികമായി, ടെക്നോളജി വളർന്നു എങ്കിലും നമ്മുടെ ആത്മീയത ഇപ്പോഴും തകർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തലമുറയെപ്പറ്റി ഈശോ പറഞ്ഞു തരികയാണ്. എപ്പോഴും യഹൂദന്റെ പാരമ്പര്യവും വളരെ പാരമ്പര്യങ്ങളുമൊക്കെ കൊട്ടിഘോഷിക്കുന്ന നമ്മൾ ആ യഹൂദനോട് നോക്കി ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനത്തെ ഒരു തലമുറയാണ് സംശയങ്ങൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത വളർത്തുന്ന ഒരു സംശയങ്ങൾ കൊണ്ട് നിലനിന്നു നിൽക്കുന്ന ഒരു തലമുറയായിട്ടാണ് ഈശോ യഹൂദനെ വിശേഷിപ്പിക്കുക തന്നെ ചെയ്യുന്നത്. ഈശോ സ്നേഹം നിറഞ്ഞവരെയും, നമ്മളും കാനോൻ നിയമം പോലും തെറ്റാണെന്ന് വിളിച്ചു കൂവുന്ന, പിതാക്കന്മാരെ ചീത്ത വിളിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുതപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. Follow the Word of God.